പിണറായി സർക്കാരിൽ ആദ്യം വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കടകംപള്ളി ആദ്യം തന്നെ നേരിട്ടതാണ് അതിരപ്പിള്ളി ജലവൈദ്യുതി പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യം. വകുപ്പ് എം മണിക്ക് കൈമാറിയതോടെ മണി ആശാനും ഇപ്പോൾ എല്ലാ വൈദ്യുതി മന്ത്രിമാരെയും പോലെ അതിരപ്പള്ളിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. AC-യിൽ മാത്രമേ ഉറങ്ങൂ എന്ന് വാശിയുള്ളവർ പോലും പരിസ്ഥിതിവാദികളാകുന്ന ഇക്കാലത്ത് അതിരപ്പള്ളിയിൽ സമവായമുണ്ടാകാൻ സാധ്യത കുറവ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേറെ എന്തെല്ലാം പണികൾ കിടക്കുന്നു. സംസ്ഥാനത്ത് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയുള്ളത് വൈദ്യുതി മന്ത്രിമാർക്ക് മാത്രമാണ്. വൈദ്യുതി വകുപ്പിനും ബോർഡിനുമാകട്ടെ അതിരപ്പള്ളി പോലുള്ള വൻകിട ജലവൈദ്യുതി പദ്ധതികളോടാണ് താല്പര്യവും. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ. ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുത് കൂടും. റഷ്യയിൽ ആരോ പറഞ്ഞതുപോലെ മുതലാളിയുടെ സന്തോഷമാണ് തൊഴിലാളിയുടെ സന്തോഷം. നിനക്കും ഭാര്യയ്ക്കും ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞാനുണ്ട്, എന്റെ പണമുണ്ട്, എന്റെ സ്വാധീനമുണ്ട്. വൈദ്യുതി മിച്ച സംസ്ഥാനമാണെന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 30% നിലവിൽ ഉൽപ്പാദനം ഉണ്ടായിരുന്നത്. ഈ വർഷത്തെ മഴക്കുറവും കൂടെ പരിഗണിക്കുമ്പോൾ അതിലും കുറയാനുള്ള സാധ്യതയാണ്. അപ്പോൾ കൂടുതൽ വൈദ്യുതി വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ പുതിയ പുതിയ പദ്ധതി നിശ്ചയമായും ജലവൈദ്യുത പദ്ധതിയും അതേപോലെ സോളാറ്, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം, അതുപോലെ തന്നെ താപനിലയം സ്ഥാപിക്കാൻ കഴിയുമോ, അതുപോലെ തന്നെ തർക്കമുള്ള ആതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ സമവായം കാണാൻ കഴിയുമോ, ഇത്തരം എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഭാവിയിൽ പരിഗണിക്കാവുന്നതാണ്. അതെ, മദ്യത്തിന്റെ മണം തന്നെ. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും നിലപാടതായിരിക്കാം. പദ്ധതി നടപ്പിലാക്കണോ എന്ന് തീരുമാനിക്കുന്നത് LDF ആണ്. CPIയുടെ നിലപാട് എന്നൊരു നിലപാടില്ലല്ലോ. LDFിൻ്റെ നിലപാടാണ് ഇവിടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. ആ LDFിൻ്റെ പ്രകടന പത്രികയിൽ ആതിരപ്പള്ളി എന്നൊരു വാക്കുപോലും ഇല്ല. ഈ മാരണം കൈ വന്നതോടുകൂടി പണി തീർന്നു. ദൈവമേ, വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. എന്തെങ്കിലും ഒരു പോംവഴി കാണണം. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി കൂന്താലി പുഴയൊരു അമ്പത്തി, കൂന്താലി പുഴയൊരു അമ്പത്തി. UDF എടുത്തിട്ടുള്ള തീരുമാനം ആതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഒരു സമവായവും ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ആതിരപ്പള്ളി പദ്ധതി ഉണ്ടായാൽ അവിടുത്തെ ജൈവ വൈവിധ്യങ്ങൾ നശിക്കും. ആദിവാസികൾക്ക് അവരുടെ ഭൂമികൾ മുഴുവൻ നഷ്ടപ്പെടും. അത് മുഴുവൻ വെള്ളത്തിലാകും. കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസം മേഖല പൂർണ്ണമായും നശിക്കും. ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മെഹറും കൊണ്ടു നടന്നവർ കൂനി കൂടി താടി വളർത്തി കയറൂരി പാഞ്ഞു കന്നി പഹയത്തി. എം മണി പറഞ്ഞ അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ CPIയുടെ നിലപാട് എന്താണെന്ന് അവരോട് വ്യക്തമാക്കട്ടെ. CPIയുടെ നിലപാട് എന്നൊരു നിലപാടില്ലല്ലോ. LDFിൻ്റെ നിലപാടാണ് ഇവിടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. ആ LDFിൻ്റെ പ്രകടന പത്രികയിൽ ആതിരപ്പള്ളി എന്നൊരു വാക്കുപോലും ഇല്ല. അതിരപ്പള്ളി പദ്ധതി വളരെയേറെ വിവാദപരമാണ്, അപ്രസക്തമാണ്, പ്രയോജനരഹിതമാണ്. ആതിരപ്പള്ളി പദ്ധതി ജൈവ വൈവിധ്യം തകർക്കും എന്ന് ബയോഡൈവേഴ്സിറ്റി ബോർഡ് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിന് ഉത്തരം പറയേണ്ടത് CPMൻ്റെ നേതൃത്വമാണ്. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.